നമസ്കാരം ഐഷപ്പറ്റി മാം, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഈ വൈക്കൽ സോമൻ പറയുന്നത് എന്തെങ്കിലും കഴമ്പുണ്ടോ, അതോ വെറുതെ ഒരു ഞാൻ തന്നെ പറഞ്ഞില്ലേ, എന്നെ പല പാർട്ടികളും ക്ഷണിച്ചു. അത് ഈ ആള് പറയണമെന്നില്ലല്ലോ, ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഇനി പുതുതായിട്ട് എന്ത് പറയാനാ? എല്ലാ പാർട്ടിക്കാരും, പ്രമുഖമായ പാർട്ടിക്കാരുൾപ്പെടെ എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇത് ചൂസ് ചെയ്തു എന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ. അത് പറഞ്ഞു. ഐഷപ്പറ്റി മാം ഈ തിരുവനന്തപുരത്ത് പോയി BJP നേതാക്കളെ അങ്ങോട്ട് കണ്ടിരുന്നോ? ഒരിക്കലും അങ്ങനെയല്ല. ഞാനെങ്കിലും തിരുവനന്തപുരത്ത് പോയിട്ടല്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എന്നെ കാണാൻ ആരെല്ലാം വരാറുണ്ട്, എല്ലാരും വരാറുണ്ട്. അതിന് എവിടെ പോയെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തൊന്നും ഞാൻ അങ്ങോട്ട്, ഞങ്ങൾക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട് എല്ലായിടത്തും. റിലേറ്റീവ്സ് ഒക്കെ പലയിടത്തും ഉണ്ടാവും. അങ്ങനെ BJP നേതാക്കൾ ആരെങ്കിലും വന്ന് ഷോൾ അണിയിക്കുകയോ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? താളണീച്ചെന്ന് പറഞ്ഞാൽ തെളിയിക്കട്ടെ. ചിത്രം ഉണ്ടാക്കരുത്. താളണീച്ചെന്ന് പറഞ്ഞാൽ എത്ര വെറുതെ പച്ചക്കള്ളം പറഞ്ഞ് ഇലക്ഷൻ ആവുമ്പോ വായി തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുള്ളൂ. ഐഷ പോറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതായത് തിരുവനന്തപുരത്ത് പോയി BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നത് അസംബന്ധമാണ് അല്ലേ? അത് ഞാൻ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞ് എല്ലാരും എന്നോട് ചർച്ച നടത്തിയെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ? അവർ ഇങ്ങോട്ട് വന്ന് ഈ BJP നേതാക്കൾ അത് പറഞ്ഞിരുന്നു, അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. BJP നേതാക്കൾ അങ്ങനെ വന്ന്, അതായത് ഐഷ പോറ്റിയുടെ അടുത്തേക്ക് വന്ന് ചർച്ച നടത്തുകയായിരുന്നു എന്നാണോ? തീർച്ചയായിട്ടും അവരെ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. അവരെ അപ്രോച്ച് എനിക്ക് ഒരു പാർട്ടിയും വെറുതെ അങ്ങനെ പേരെടുത്ത് പറയണമെന്നില്ല. ഒരു പാർട്ടിയിൽ നിന്നല്ല, പല പാർട്ടിയിലും പ്രമുഖമായ പാർട്ടി ഉൾപ്പെടെ എന്നോട് അവരോട് ഇങ്ങനെ ഒതുങ്ങി പോകരുത്. BJP ഓഫീസിലൊന്നും പോയിട്ടില്ലല്ലോ ഐഷ പോറ്റി മാം? ഒരിക്കലും പോയിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും ഐഷ പോറ്റി മാഡമായിട്ട് സംസാരിച്ചിരുന്നോ? സംസാരിച്ചു എന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. അതല്ല, അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കത്തക്ക രീതിയിൽ ഫോട്ടോ എടുക്കാൻ ചിലപ്പോ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ള വീട്ടിലെങ്ങാനും ഉള്ള കാര്യങ്ങള് പറഞ്ഞാൽ എനിക്കെന്താ? ഞാൻ അതിനൊരു ഡിസിഷൻ എടുത്തില്ലല്ലോ. ഞാൻ എന്റെ കാര്യങ്ങൾ ആരോടും പറഞ്ഞല്ലോ. ഇത് ഇത്ര വളരെ ഇതായിട്ട് ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിട്ടില്ലേ, പല പ്രമുഖ പാർട്ടിക്കാരും എന്നോട് ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോവണ്ട, പഴയതുപോലെ ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു എന്നോട് ക്ഷണിച്ചിരുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ? അതിന് പുതിയൊരാള് പറയണ്ടല്ലോ. ഷാളണീച്ചൊന്നും പാർട്ടി ഓഫീസിൽ പോയെന്ന് പറഞ്ഞാൽ പച്ചക്കള്ള അങ്ങനെ പറയുന്നത്. ഐഷ പോറ്റി എന്ത് ചെയ്താലും ഉള്ള കാര്യം തുറന്നു പറയുന്നത്. പാർട്ടി ഓഫീസിൽ പോയിട്ടില്ല, തിരുവനന്തപുരത്ത് വെച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച അങ്ങോട്ട് പോയി നടത്തിയിട്ടുമില്ല, ഷോൾ അണിയിച്ചിട്ടുമില്ല. ഇല്ല. ഈ 3 കാര്യങ്ങളുണ്ട് അല്ലേ? 3 കാര്യങ്ങൾ വാസ്തവമാണ്. അതെ. ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ട്. റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ വെച്ച് ചിലപ്പം എല്ലാ പാർട്ടിക്കാരെയും കാണാറുണ്ട്. ഇപ്പൊ മുതിർന്ന നേതാക്കൾ, ഇപ്പൊ സുരേഷിനെ പോലെയോ അതല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതാക്കളെ പോലെയോ ആരെങ്കിലും ഒരാൾ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പേരൊന്നും പറയത്തില്ല. പ്രമുഖമായ പാർട്ടികളും ചെറുതും വലുതുമായ പല പാർട്ടിയുടെയും നേതാക്കൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിന് എനിക്ക് ഒളിച്ചു വയ്ക്കണ്ടല്ലോ. മാധ്യമങ്ങളിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പല ആൾക്കാരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒതുങ്ങി പോവല്ല. അത് എന്റെ വെൽഫെയർ ഓർത്ത്. അതെ, CPM ആയാലും വിളിക്കില്ലേ, BJP ആയാലും വിളിക്കില്ലേ. വൈക്കൽ സോമൻ പറഞ്ഞ ഒരു കാര്യം, ദൈവവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ നിരീശ്വരവാദിയാക്കിയത് CPM ആണെന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഐഷ പോറ്റിക്കുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ആക്ഷേപവും ആരെ പറ്റിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു ആക്ഷേപവും ആരെ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനകത്തൊരു വ്യക്തത വരുത്തിയതിൽ. അപ്പോൾ ഷോൾ അണിയിച്ചിട്ടില്ല, അങ്ങോട്ട് പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, പാർട്ടി ഓഫീസിൽ പോയിട്ടുമില്ല. താങ്ക് യു. അപ്പോൾ ഐഷ പോറ്റി മാം ആണ് ഇത് പറഞ്ഞത്. അപ്പോൾ ജയശങ്കർ, ഇതാണ് ഐഷ പോറ്റി പറയുന്നത്. കൂടിക്കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അത്തരം പാർട്ടി നേതാക്കളൊക്കെ വന്ന്, പല പാർട്ടിക്കാരും വന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ഐഷ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ വൈക്കൽ സോമനെ ഭാഗികമായി തള്ളുകയാണ്. കൂടിക്കാഴ്ചയും ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ പോയിച്ച് ഈ നേതാക്കൾ വന്ന് കാണുമ്പോഴുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഷോൾ അണിയിച്ചിട്ടില്ല, പാർട്ടി ഓഫീസിൽ പോയിട്ടുമില്ല എന്നാണ് ഇപ്പോൾ ഐഷ പോറ്റി പറയുന്നത്. വൈക്കൽ സോമൻ ഇത് പറയാനുള്ള കാരണം, നേരത്തെ BJPയിലേക്ക് വരാൻ തീരുമാനിച്ചു. പക്ഷേ ഐഷ പോറ്റി BJP പോയില്ലല്ലോ, കോൺഗ്രസിലേക്കല്ലേ വന്നത്. ജയശങ്കർ,
അതായത് ഡോക്ടർ അരുൺ, കൊട്ടാരക്കരയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ ഐഷ പോറ്റി ഏറെക്കുറെ UDF സ്ഥാനാർത്ഥിയാകുന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് വിട്ടെത്തിയ രശ്മി ആയിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ ബാലഗോപാൽ ഇതിനോടകം തന്നെ കളത്തിലുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു രാഷ്ട്രീയ കളം മൂപ്പിക്കുക, എതിരാളികളെ ആക്രമിക്കുക, ആ ലക്ഷ്യത്തോടെ വേണം ഈ ഇത്തരത്തിൽ മുതിർന്ന നേതാവായ സോമൻ ഇത്തരം ഒരു പരാമർശം നടത്താനെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ അദ്ദേഹം അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഈ രശ്മിക്കെതിരെയും ബാലഗോപാലിനെതിരെയും മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിന്റെ പൾസ് അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഏതെങ്കിലും തരത്തിൽ ഔപചാരികമല്ലാത്ത ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ കാര്യമാകാം അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മൾ ഫോട്ടോയൊക്കെ പുള്ളിയോട് ചോദിച്ചിരുന്നു. പക്ഷേ നിലവിലെ ഘട്ടത്തിൽ ആ ഫോട്ടോ പുറത്തുവിടാനാകില്ല, സമയമാകുമ്പോൾ തരാമെന്നൊരു മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും ഇനി BJP അത്തരത്തിലൊരു ഫോട്ടോ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുവിടുമോ അതോ ഐഷ പോറ്റി പറഞ്ഞതാണോ ശരിയെന്നൊക്കെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഐഷ പോറ്റി കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഔപചാരികമായി ഒരു ചർച്ചയും നടത്തില്ല എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. ഇനി BJPയുടെ ഊഴമാണ്. അവർ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരത് പുറത്തുവിടട്ടെ. എന്തായാലും കൊട്ടാരക്കരയിൽ തെരഞ്ഞെടുപ്പ് കളം മൂത്തിട്ടുണ്ട്. കൊല്ലത്ത് കൊട്ടാരക്കര മണ്ഡലത്തിലെ കുറച്ച് സ്ഥാനാർത്ഥികളും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് അംഗം തന്നെയാണ് ഡോക്ടർ അരുൺ കൊട്ടാരക്കരയിൽ. ഇങ്ങനെ പല ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ വരും. ഓക്കെ, താങ്ക് യു ജയശങ്കർ. ആ മൂപ്പിക്കുന്നതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടുകാരെയൊക്കെ അറിയിക്കാം. അങ്ങനെ മൂക്കട്ടെ. ഒരു ഭാഗത്ത് വൈക്കൽ ശോഭൻ മൂപ്പിക്കുന്നു, മറുഭാഗത്ത് CPM, മറുഭാഗത്ത് കോൺഗ്രസ്. എന്തായാലും കളം നിറയുകയാണ് കൊട്ടാരക്കര. അപ്പോൾ രശ്മിയും ഐഷ പോറ്റിയും KN ബാലഗോപാലും, ഇതാണിപ്പോൾ കൊട്ടാരക്കരയിൽ തെളിയുന്ന ചിത്രം. എന്തായാലും വൈക്കൽ സോമൻ പറഞ്ഞത് തെളിയിക്കാൻ വൈക്കൽ സോമന് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഷോൾ അണിയിച്ചിട്ടുണ്ടോ? ചിത്രമല്ലാത്ത റിയൽ ചിത്രം പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയാണ് ഐഷ പോറ്റി. ഉണ്ടെങ്കിൽ പുറത്തുവിടണം വൈക്കൽ സോമൻ എന്നുള്ളതാണ്. ഞങ്ങൾ വൈക്കൽ സോമനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഈ നമ്പർ ഉണ്ടായിരുന്നില്ല. ജയശങ്കർ ആ നമ്പർ തരുന്ന ഘട്ടത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും. വൈക്കൽ സോമൻ അങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ ഐഷ പോറ്റി വെല്ലുവിളിച്ച സാഹചര്യത്തിൽ അങ്ങ് പുറത്തുവിടണം. അതല്ലെങ്കിൽ ഐഷ പോറ്റിയെ പോലൊരു നേതാവിനെ നമ്മളിങ്ങനെ പകൽ വെളിച്ചത്തിൽ ഇരുട്ടിൽ നിർത്തരുത്.